ഈ ലേവ്യ പുസ്തകം എഴുതിയത് ഒരു പാപികൾക്ക് വേണ്ടിയല്ല. ഇവിടെ ആദ്യത്തെ വാക്യത്തെ നമ്മൾ വായിച്ചു, യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയണം. അതായത് ഇവിടെ ദൈവം പറയുന്നത് തന്റെ ജനത്തോടാണ്, വീണ്ടെടുക്കപ്പെട്ട ജനത്തോടാണ് ഇത് സംഭാഷിക്കുന്നത്. അവിടെ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ വിധരായി ജീവിക്കണം, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് വളരെ വ്യക്തമായി കൊടുക്കുകയാണ്. ഒരു പാവം സംബന്ധിച്ചു ഒരു അബദ്ധം പറ്റിപ്പോയി, പാവം വന്നാൽ എങ്ങനെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം പറയുകയും പുരോഹിതന്മാർക്ക് പ്രത്യേകം ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഭാഗം ദൈവജനത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത അർഹിക്കുന്നതാണ്. ഞാൻ ഓർപ്പിച്ചു, ഏറ്റവും കൂടുതൽ ദൈവജനം ദൈവത്തിന്റെ വാക്കുകൾ, ദൈവം പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം ഈ ലേവ്യ പുസ്തകമാണ്. ഇത്രയും ദൈവം സംസാരിച്ചത് രേഖപ്പെടുത്തിയ വേറൊരു ഗ്രന്ഥം നമുക്ക് ബൈബിളിൽ കാണാനില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നേരിട്ടുള്ള വാക്കുകൾ നമ്മൾ ഇതിനകത്ത് ധാരാളം കാണുവാനായിട്ട് കഴിയും. അതില് 5 അധ്യായങ്ങൾ, ആദ്യത്തെ 5 അധ്യായം, ഓരോ അധ്യായങ്ങളും ഓരോ യാഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പ്രമാണങ്ങൾ പറയുന്നുണ്ട്. പ്രമാണങ്ങൾ കൊടുക്കുന്നത് പുരോഹിതന്മാർക്കാണ്. എന്നാൽ ഇത് ജനങ്ങളോട് സംസാരിക്കുന്ന ഈ ആദ്യത്തെ 5 അധ്യായമാണ്. നോക്കുക, ആദ്യത്തെ അധ്യായത്തിൽ ഹോമയാഗം, 2-ാമത്തെ അധ്യായത്തിൽ ഭോജനയാഗം, 3-ാമത്തെ അധ്യായത്തിൽ സമാധാനയാഗം, 4-ാമത്തെ അധ്യായത്തിൽ പാപയാഗം, 5-ാമത്തെ അധ്യായത്തിൽ അകൃത്യയാഗം. ഇങ്ങനെ 5 യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് പ്രിയപ്പെട്ടവര് ഉണ്ടാക്കിയ ആ ബ്രോഷറിനകത്ത് 5 യാഗങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. അവിടെ ശ്രദ്ധിച്ചാല് ആ പടം ഒന്ന് നമ്മള് അതെ, ഇത് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ആദ്യത്തേത് ഹോമയാഗം, ബേൺഡ് ഓഫറിങ്. പോയോ? ഷെയർ ചെയ്തേക്കോ. എന്റെ ഇതിനകത്തുനിന്ന് എല്ലാം പോയി. ഒരു മിനിറ്റ്. ഓക്കെ. നോക്കുക, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുന്നതാണ് ഹോമയാഗം, മീൽ ഓഫറിംഗ് ആണ് ഭോജനയാഗം, സമാധാനയാഗമാണ് പീസ് ഓഫറിംഗ്, പാപയാഗമാണ് സിൻ ഓഫറിംഗ്. തന്നെ മറിഞ്ഞു പോകുന്നുണ്ട്. ലാസ്റ്റിലാണ് ട്രസ്പാസ് ഓഫറിംഗ്. നമ്മൾ ഇവിടെ ഇനിയൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ ഈ 5 യാഗങ്ങളും പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഓർഡറിന് ഒരു പ്രത്യേകത കാണാൻ കഴിയും. ദൈവം സംസാരിക്കുമ്പോൾ ആദ്യം ബേൺഡ് ഓഫറിംഗ് പറയുന്നത്. അതായത് ആ ബേൺഡ് ഓഫറിംഗില് തന്റെ പുത്രന്റെ സമർപ്പണം, മരണം സമ്പൂർണമായി. ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേൺ. അതായത് പൂർണ്ണമായി യാഗമായി ചാമ്പലായി തീരുന്ന ഒരു യാഗമാണ് ബേൺഡ് ഓഫറിംഗ്. അതുകൊണ്ട് അതിന് പേര് തന്നെ എങ്ങനെ കൊടുത്തത്? ബേൺഡ് ഓഫറിംഗ് അല്ലെങ്കിൽ ഹോമയാഗം. അത് ദൈവം ആദ്യം ഈ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവം പറയുമ്പോൾ ആദ്യം പറയുന്നത് ഇതെല്ലാം ദൈവപുത്രന്റെ നിഴലാണ്. പറയുന്നത് അവന്റെ സമർപ്പണത്തെ കുറിച്ചാണ്. പിന്നീട് മീൽ ഓഫറിംഗ് അവന്റെ ഈ ലോക ജീവിതത്തെ കുറിച്ചാണ്. എന്നാൽ തിരിച്ച് നമ്മളൊന്ന് ചിന്തിക്കാം. ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ആദ്യം അവൻ വരുന്നത് ട്രസ്പാസ് ഓഫറിംഗിന്. അതായത് ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടാനായിട്ട് വരുന്നത് എന്നിൽ പാപപ്രകൃതി ഉണ്ടെന്നൊന്നും മനസ്സിലാക്കിയല്ല. അതൊക്കെ അല്പം കഴിയണം. പൗലോസ് പറഞ്ഞ പോലെ, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും തിന്മ എന്ന് പറയുന്ന ഒരു പ്രമാണം എന്നിലുണ്ട്. അത് രക്ഷിക്കപ്പെട്ട അല്പം കഴിയുമ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നത്, ഞാനൊരു പാപിയാണ്, ഞാൻ പാപം ചെയ്തു, ദൈവത്തോട് അകൃത്യങ്ങൾ ചെയ്തു, അരുതാത്തത് ഞാൻ ചിന്തിച്ചു, പറഞ്ഞു, എടുത്തു, ഒക്കെ അതിന് പറയുന്നതാണ് ട്രസ്പാസ്. അവസാനത്തെ യാഗം ട്രസ്പാസ് ഓഫറിംഗ്. ട്രസ്പാസ് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ടും ആ അതിരുകൾ കടക്കുന്നതാണ്.
നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിന് കടന്നാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് അവർക്കറിയാം. അറിഞ്ഞിട്ടും അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ട്രസ്പാസ്. അപ്പോൾ ഒരു പാപം ചെയ്യുന്നതാണ് ട്രസ്പാസ് ഓഫറിംഗ്. എന്നാൽ അത് കഴിയുമ്പോൾ ഒരു വിശ്വാസി സിൻ ഓഫറിംഗിലേക്ക് വരുന്നു. സിൻ ഓഫറിംഗിൽ ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരുമ്പോൾ തന്റെ ജഡത്തിൽ നന്മയില്ല, താൻ ഒരു പാപിയാണ്, പാപപ്രകൃതിയുള്ളവനാണ് എന്ന് ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയാലും സമാധാനയാഗം അതിന്റെ മധ്യത്തിലുണ്ട്. അവൻ യേശുക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തും. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു കാര്യം ഓർക്കുക. ആദ്യത്തെ 2 യാഗങ്ങൾ പൂർണ്ണത കാണിക്കുക, യേശുക്രിസ്തുവിന്റെ സമ്പൂർണമായ സമർപ്പണം, മരണം. രണ്ടാമത്തെ യാഗം യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം, എ പെർഫെക്റ്റ് ലൈഫ്, പുളിപ്പില്ലാത്ത, തേനില്ലാത്ത, അതൊക്കെ നമുക്ക് പഠിക്കാം. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് വരച്ചു കാണിക്കുകയാണ് ഈ ഭോജനയാഗത്തിലൂടെ. നോക്കുക, അവസാനത്തെ 2 മനുഷ്യന്റെ അകൃത്യവും പാപവും. അവളൊന്ന് ചിന്തിച്ചു നോക്കി. ആദ്യത്തെ 2 യാഗം ദ പെർഫെക്ഷൻ ഓഫ് ഗോഡ്, ദൈവപുത്രന്റെ സമ്പൂർണമായ സമർപ്പണം, ദൈവപുത്രന്റെ പൂർണ്ണമായ ജീവിതം ഈ ലോകത്തിൽ, വിശുദ്ധിയുള്ളൊരു ജീവിതം. അവസാനത്തെ 2 മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചെയ്ത അകൃത്യങ്ങളും അവന്റെ പാപപ്രകൃതിയും. ഈ 2 ഗ്രൂപ്പിനെ ഒന്നിപ്പിക്കുന്നത് മൂന്നാമത് പറയുന്ന സമാധാനയാഗം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവനാണ് സമാധാനം. ഓക്കെ, എത്ര വലിയൊരു പഠനമാണ് ആ ഓർഡറിൽ തന്നെ തന്നിരിക്കുന്നത്. സമാധാനയാഗം മധ്യത്തിൽ നിൽക്കുന്നു. 2 കരങ്ങൾ കൊണ്ട് 2 ആ കൂട്ടരെയും ഒന്നിപ്പിക്കുന്ന കർത്താവിന്റെ മനോഹരമായ ചിത്രം. ഓർഡർ അവിടെ ഇരിക്കട്ടെ. നമ്മള് ഹോമയാഗം പഠിച്ചു തുടങ്ങി. നമുക്ക് ആ ഭാഗത്തിലേക്ക് വീണ്ടും വരാം. നമ്മൾ ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വിവിധമായ നിലയിൽ അത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ ഹോമയാഗം വിവിധ നിലകളിൽ പഠിക്കേണ്ടതായിരിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 17 വാക്യം, അതായത് 1-ാം അധ്യായം, അത് സ്വമേധയായി അർപ്പിക്കുന്ന ഹോമയാഗമാണ്. രണ്ടാമത് അതിന്റെ നിയമം കൊടുത്തിട്ടുണ്ട്. 6-ാം അധ്യായം നോക്കി, നമ്മളൊരു പഠനം നടത്തുകയാണല്ലോ. 6-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യം, 6-ന്റെ 8 തൊട്ടുള്ള വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടതെന്നാൽ ഹോമയാഗത്തിന്റെ പ്രമാണമാവുക. പുരോഹിതന്മാരോടാണ് പ്രമാണം പറയുന്നത്, ജനത്തോടാണ് സ്വമേധയായി അർപ്പിക്കുന്ന പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, 6-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഹോമയാഗത്തിന്റെ പ്രമാണം അല്ലെങ്കിൽ അതിന്റെ ലോ, അതെങ്ങനെ അർപ്പിക്കണമെന്നുള്ളത് പുരോഹിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തീർന്നില്ല. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം നോക്കാം. പുറപ്പാട് പുസ്തകവും 29-ാം അധ്യായം, അതിന്റെ 38 തൊട്ട് 46 വരെ വായിച്ചാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ, ദിവസം തോറും നിരന്തരം 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ രാവിലെ, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരം. ദിവസം തോറും, ഡെയിലി. അപ്പൊ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, നിരന്തര ഹോമയാഗം. നിരന്തര ഹോമയാഗം. ഇസ്രായേലിന്റെ ജീവിതത്തിൽ 365 ദിവസവും രാവിലെയും വൈകിട്ടും ഹോമയാഗം അർപ്പിച്ചിരുന്നു. 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ ഹോമയാഗം, 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ വൈകിട്ട് യാഗം അർപ്പിക്കുന്നു. അതിന് പറയുന്ന പേരാണ് കണ്ടിന്യൂവൽ ബേൺഡ് ഓഫറിംഗ്, നിരന്തര ഹോമയാഗം. അപ്പോൾ ഈ ഹോമയാഗം പഠിക്കുമ്പോൾ 3 തിരിച്ചും പഠിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. സ്വമേധയായി യഹോവയ്ക്ക് അർപ്പിക്കുന്നു. അത് ജനത്തോടാണ് പറഞ്ഞത്. അവരെന്തർപ്പിക്കണം, എങ്ങനെ അർപ്പിക്കണം, എവിടെ അർപ്പിക്കണം എന്നുള്ളത് ഈ സ്വമേധയായ ഹോമയാഗത്തിൽ പറയുന്നു. അതിന് ഇംഗ്ലീഷ് പറയുന്നത് ദ വോളണ്ടിയർലി ബേൺഡ് ഓഫറിംഗ്. അത് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 17 വാക്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ 1-ാം അധ്യായത്തിൽ അത് പറയുക, അത് ജനത്തോട് പറഞ്ഞത്. എന്നാൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 8 തൊട്ട് 13 വരെയുള്ള വാക്യം വായിച്ചാൽ ഹോമയാഗത്തിന്റെ പ്രമാണമാണ് കാണുന്നത്, ദ ലോ ഓഫ് ബേൺഡ് ഓഫറിംഗ്. നമ്മൾ കണ്ടു, അത് സംസാരിക്കുന്നത് പുരോഹിതന്മാരോടാണ്. അവരാണ് ഇത് അർപ്പിക്കുന്നത്, അവരാണ് ഇതിന്റെ ചുമതലയുള്ളത്. അപ്പൊ അവരോട് ദൈവം
നിഷ്കർഷിക്കുന്ന നിബന്ധനകളാണ് ലോ ഓഫ് ബേൺ ഓഫറിംഗ് അല്ലെങ്കിൽ ഹോമയാഗത്തിന്റെ പ്രമാണം 6-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 13 വരെ. എന്നാൽ മറ്റൊരു ഭാഗം നിരന്തര ഹോമയാഗം, കണ്ടിന്യൂവൽ ബേൺ ഓഫറിംഗ്, പുറപ്പാട് ദിവസം 29-ന്റെ 38 തൊട്ട് 46 വരെ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിരന്തരമായി ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കണം. 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ, രാവിലെ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ, വൈകിട്ട് 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടി, അങ്ങനെ 365 ദിവസവും അർപ്പിക്കുന്നത് കൊണ്ട്, നിരന്തരമായി അർപ്പിക്കുന്നതുകൊണ്ട് അതിന്റെ പേരാണ് നിരന്തര ഹോമയാഗം, കണ്ടിന്യൂവൽ ബേൺ ഓഫറിംഗ്. അപ്പോൾ ഒരു കാര്യം ഓർത്താട്ടെ, ദൈവം ഏറ്റവും കൂടുതൽ പ്രമോദിക്കുന്നത് ഈ ഹോമയാഗത്തിലാണ്. അതുകൊണ്ടാണ് ഇത് രാവിലെയും വൈകിട്ടും അർപ്പിക്കുന്നത്. നമ്മള് പഠനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അത് സാധാരണ നോട്ട് ചെയ്യാത്ത ഒരു ഭാഗമാണ്. സാധാരണ നോട്ട് ചെയ്യത്തില്ല. ഞാനും അനേക വർഷങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ച ശേഷമാണ് എനിക്കതിന്റെ കുറച്ചുകൂടെ ബ്യൂട്ടി മനസ്സിലായി. നിങ്ങൾ സംഘപുസ്തകം 28-ാം അധ്യായം നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമായിക്കോട്ടെ. എന്നാൽ കഴിയുന്നത് നിങ്ങൾക്ക് ഈ സത്യങ്ങളുടെ മാക്സിമം നിങ്ങളോട് ഷെയർ ചെയ്ത് തരികയാണ്. നിങ്ങളത് നിങ്ങളുടെ ആസ്വാദ്യത്തിനും സന്തോഷത്തിനും പ്രായോഗികമായ ജീവിതത്തിലും ഒക്കെ അത് ഉപയോഗിക്കാൻ ഇടയാക്കണം. ഈ 28-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ, സംഖ്യാപുസ്തകം 28-ാം അധ്യായം, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾ വേണമെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുക. അവിടെ പറയുന്നുണ്ട്, അതായത് 3-ാം വാക്യത്തിന്റെ അവസാനം നാൾതോറും നിരന്തര ഹോമയാഗം, ഡെയിലി ഓഫറിംഗ്. അതൊന്ന് ഡെയിലി 3 തൊട്ട് 8 വരെയുള്ള വാക്യമാണ്. ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈബിള് പഠിക്കാൻ വേണ്ടി അത് പറയുന്നു. മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചു, ഞാൻ ബൈബിള് ഈ യാഗങ്ങളൊക്കെ പഠിച്ച് അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത് നോട്ട് ചെയ്യുന്നത്. പക്ഷെ ദൈവം എനിക്കത് മനസ്സിലാക്കി തന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, നിങ്ങളുടെ പഠനത്തിനും സന്തോഷത്തിനും ഒക്കെയാണ്. നിങ്ങൾ നോക്കിയേ, 28-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 8 വരെ നോക്കിയാൽ ഡെയിലി സാക്രിഫൈസ് ആണ്, നാൾതോറും നിരന്തര ഹോമയാണ്. 9-ഉം 10-ഉം വാക്യം നോക്കിയേ, ശബത്ത് തോറും, ദാറ്റ് ഈസ് വീക്ക്ലി, ആഴ്ചതോറും അർപ്പിക്കുന്നു. ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞിട്ട് പിന്നീട് എടുക്കാം. നമുക്ക് വീക്ക്ലി 9-ഉം 10-ഉം വാക്യം ശബത്ത് തോറും, ആ ശബത്ത് തോറും എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്താൽ വേണ്ടില്ല. 11 തൊട്ട് 15 വരെയുള്ള വാക്യം, നിങ്ങളുടെ മാസാരംഭത്തിൽ നിങ്ങൾ യഹോവയ്ക്ക് ഇങ്ങനെ അർപ്പിക്കണം. മാസാരംഭത്തിൽ, ദാറ്റ് ഈസ് മന്ത്ലി ഓഫറിംഗ്, മാസം തോറുമുള്ള അർപ്പണം. 11 തൊട്ട് 15 വരെയുള്ള വാക്യം തീർന്നല്ല. 16-ാം വാക്യം നോക്കി, 1-ാം മാസം 14-ാം തീയതി യഹോവയ്ക്ക് പെസഹ. അവിടെ വരുമ്പോൾ ഇയർലി ഓഫറിംഗ്, വർഷം തോറും അർപ്പിക്കുന്ന. 28-ന്റെ 16 തൊട്ടുള്ള വാക്യമാണ്. പിന്നെ നമ്മള് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയാട്ടെ. 3 തൊട്ട് 8 വരെ ഡെയിലി സാക്രിഫൈസ്, 9-ഉം 10-ഉം വാക്യം വീക്ക്ലി സാക്രിഫൈസ്, 11 തൊട്ട് 15 വരെയുള്ള വാക്യം മന്ത്ലി സാക്രിഫൈസ്, 16 തൊട്ടുള്ള വാക്യം ഇയർലി സാക്രിഫൈസ്. ഇവിടെ ആഴ്ചതോറും എന്തർപ്പിക്കണം, ദിനംതോറും എന്തർപ്പിക്കണം, ഒരു വർഷത്തിൽ എന്തർപ്പിക്കണം, ഇത് ദൈവം പറയുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞ ഒരു കടലാസ് എടുത്തു വെച്ച് ഇതെല്ലാം കൂടെ കൂട്ടുക. ഒരു ദിവസം അർപ്പിക്കേണ്ട യാഗം, ആഴ്ചയിൽ അർപ്പിക്കേണ്ട യാഗം, മാസത്തിൽ അർപ്പിക്കേണ്ട യാഗം, വർഷത്തിൽ അർപ്പിക്കേണ്ട യാഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കടലാസിൽ കൂട്ടാം. നമ്മൾ കൂട്ടി നോക്കിയാല് നമുക്ക് ഒരു സത്യം ഇവിടെ പഠിപ്പിക്കാൻ കാണാൻ കഴിയും. ഇവിടെ ഒരു വർഷം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, നോക്കുക, 32 പാപയാഗമേ അർപ്പിക്കുന്നുള്ളൂ, സിൻ ഓഫറിംഗ്. only 32 sin offering. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ
നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ 39 ഹോമയാഗം 39 ഹോമയാഗം ഒരു പാപയാഗത്തിന് അർപ്പിക്കുന്നു. 39 ഹോമയാഗം ഒരു പാപയാഗത്തിന് അർപ്പിക്കുന്നു. ഓക്കെ, വർഷം തോറും പെസഹ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ഈ പറയുന്നത് കുറിച്ചു വെച്ചോ, പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി. പെസഹ നമ്മൾ നോക്കുമ്പോൾ പെസഹയിലെ 70 ഹോമയാഗം അർപ്പിക്കുന്നു. 70 ഹോമയാഗം പെസഹ ദിവസം 70 ഹോമയാഗം അർപ്പിക്കുന്നു. അത് നമുക്ക് 16 തൊട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്കറിയാം. എന്നാൽ അവിടെ വേറൊരു സത്യം പഠിക്കുന്നു. 7 പാപയാഗമേ അർപ്പിക്കുന്നു. 7 പാപയാഗം അർപ്പിക്കുന്നിടത്ത് 70 ഹോമയാഗം അർപ്പിക്കുന്നു. ഇതൊരു ഡേ ഓഫ് അറ്റോൺമെന്റ്, ഇസ്രയേലിന്റെ ഒരു വർഷത്തെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദിവസം, അവരുടെ മഹാപാപ പരിഹാര ദിവസമാണ് ഡേ ഓഫ് അറ്റോൺമെന്റ്. ഈ ഡേ ഓഫ് അറ്റോൺമെന്റിൽ 9 ഹോമയാഗം അർപ്പിക്കുന്നു, ഒരു പാപയാഗം അർപ്പിക്കുന്നു. അടുത്തത് വർഷം തോറും ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാരപ്പെരുന്നാൾ. അവരുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് ഈ കൂടാരപ്പെരുന്നാൾ. ഈ കൂടാരപ്പെരുന്നാൾ നമ്മൾ പഠിക്കുമ്പോൾ 24 ഹോമയാഗം, ഒരു പാപയാഗം. 24 ഹോമയാഗത്തിന് ഒരു പാപയാഗം. നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫോർ എവറി സിൻ ഓഫറിംഗ്, ദൈവം ഇവിടെ പറഞ്ഞ പ്രമാണങ്ങളിൽ ആ യാഗങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഓരോ പാപയാഗനും 39 ഹോമയാഗമാണ്. ഇതൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു. പാപയാഗം സൗരഭ്യമുള്ള യാഗമല്ല. പാപയാഗം സൗരഭ്യമുള്ള യാഗമല്ല. ആ പാപയാഗം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ മറക്കാതെ ഓർക്കണം, അവിടെ 39 ഹോമയാഗം സൗരഭ്യമുള്ള യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി എന്നും രാവിലെയും ഹോമയാഗം അർപ്പിക്കുക. ഇസ്രയേലിന്റെ ബലിപീഠത്തിൽ ഹോമയാഗം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു, അതെപ്പോഴും അർപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന ആ യാഗം, ദ സാക്രിഫൈസ് ദാറ്റ് ഡിലൈറ്റ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഇതിന് സൗരഭ്യമുണ്ട്. എന്നാൽ പാപയാഗത്തിനൊന്നും സൗരഭ്യമുള്ളതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓർക്കണം, ദൈവപുത്രന്റെ ജീവിതം, ദൈവത്തോടുള്ള അവന്റെ സമർപ്പണം, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് പിതാവിനെ പ്രസാദിപ്പിച്ച ദൈവപുത്രന്റെ ആ പ്രസാദം അല്ലെങ്കിൽ ആ ജീവിതം, അവന്റെ ആ മരണത്തില് ദൈവത്തിന് എത്ര പ്രസാദം ഉണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, യഥാർത്ഥമായ ആരാധന എന്താണ്? വാട്ട് ഈസ് എ ട്രൂ വർഷിപ്പ്? ആ ട്രൂ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വന്ന് ദൈവപുത്രനെ ഉയർത്തിക്കാണിക്കും. നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. പിതാവ് സത്യനമസ്കാരികളെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. പഴയ നിയമ ഏടുകളിൽ നമ്മളത് കാണുകയാണ്. ദൈവപുത്രന്റെ സമർപ്പണത്തെയും ദൈവപുത്രന്റെ പിതാവിനോടുള്ള ഡിവോഷനെയും വരച്ചു കാണിക്കുന്ന ആ ഹോമയാഗം നിരന്തരമായി അർപ്പിച്ചു. സൗരന്മാരെ, നമ്മൾ ഈ പാഠം വളരെ കൈക്കൊള്ളണം. നമുക്ക് ആ ഓർഡറിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ആ ഓർഡർ ഒന്നുകൂടെ ഒന്ന് എടുക്കാം. ആ ഓർഡർ ഒന്നുകൂടെ ഒന്ന് എടുത്ത് ഞാനത് പറഞ്ഞ് അങ്ങ് വിട്ടിട്ട് നമുക്ക് വേറെ ഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മള് ഈ ഓർഡറിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 5 യാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പ്രമാണങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യത്തെ 3 യാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പ്രാവശ്യം, അത് സൗരഭ്യവാസനയായ യാഗം. ആദ്യത്തെ 3 യാഗവും ദൈവത്തിന് സൗരഭ്യമുള്ള യാഗമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു.
ഇറ്റ് ഈസ് എ സ്വീറ്റ് സ്മെൽ ഓഫർ. അവസാനത്തെ 2 യാഗം അവിടെ എങ്ങും പറഞ്ഞിട്ടില്ല അത് സൗരഭ്യമാണ്. അതിന്റെ കാരണം 2 കാരണമാണ്. ഒന്നാമത്തെ കാരണം നോക്ക്, അവസാനത്തെ 2 യാഗം അർപ്പിക്കുന്നത് നിർബന്ധമായിട്ടാണ്. ഇറ്റ് ഈസ് കമ്പൽസറി. ഒരു യഹൂദൻ പാപം ചെയ്താൽ പാപത്തിന്റെ പരിഹാരത്തിന് പാപയാഗം, ഒരുത്തനെ അകൃത്യയാഗം ചെയ്താൽ അകൃത്യത്തിന്റെ പരിഹാരത്തിന് അത് അർപ്പിക്കണം. ആ യാഗങ്ങൾ അർപ്പിച്ചില്ലെങ്കിൽ അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയും. The last 2 sacrifices are compulsory. അവസാനത്തെ 2 യാഗങ്ങൾ അർപ്പിക്കുന്നത് പാപം മൂലം അകൃത്യം മൂലം ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനായിട്ട് അർപ്പിക്കുക. ഇറ്റ് ഈസ് ടു get back the fellowship with God or restore the fellowship with God. So it is a must and it is a compulsory offering. If they have done sin offering, if they have done sin offering is a must. If they have trespassed offering is a must. അത് നടന്നില്ലെങ്കിൽ അവരെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു. ആദ്യത്തെ 3 യാഗമോ ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും അവൻ അർപ്പിച്ചില്ലെങ്കിലും അവനെ കുറ്റം പറയുന്നില്ല. എന്താ കാരണം? ആദ്യത്തെ 3 യാഗം അർപ്പിക്കുന്നത് ഒന്ന് ദൈവത്തോട് കൂട്ടായ്മയുള്ളപ്പോഴാണ്, when he is in fellowship with God. 2, ആദ്യത്തെ 3 അർപ്പിക്കുന്നത് വാളണ്ടിയർലിയാണ്, സ്വമേധയാണ്. അത് ദൈവത്തോടുള്ള ആരാധനയുടെ ഭാഗമായി, when he feels appreciation of his God, when he feel a thankful heart for the things that God has done, ദൈവം അവന് ചെയ്ത നന്മകളെ അവൻ ഓർക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയുടെ ഭാഗമായി, അല്ലെങ്കിൽ അവന്റെ ദൈവം ആരാണ്, ആ ദൈവത്തെ മഹത്വം ആട്രിബ്യൂട്ട്സ് ഒക്കെ ഓർക്കുമ്പോൾ അവന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ആ നന്ദി കൊണ്ട് നിറയുമ്പോൾ when he has an appreciation for his God, he brings the first 3 offering as a part of his worship. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സ്വമേധയായി ദൈവത്തിന് അർപ്പിക്കുന്നത് ദൈവത്തിന് സമർപ്യം. ഞാനിത് ചിന്തിച്ചു നോക്കി. ഞാൻ അവിടെ എല്ലായിടത്തിലേക്കും പോകുന്നില്ലെങ്കിലും നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, പുതിയ നിയമത്തിൽ ദൈവത്തിന് എങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എത്രയോ മനുഷ്യര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇന്നും ദശാംശം കൊടുക്കണമെങ്കിൽ കൊടുത്തോ, ഞാൻ അതിന് വിരോധമൊന്നുമല്ല. പക്ഷേ ദശാംശം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വമേധയെ കൊടുക്കുന്നവരെ, എ പേഴ്സൺ ഹു ഗിവ്സ് വില്ലിംഗ്ലി ആൻഡ് വാളണ്ടിയർലി, ദൈവത്തിന് പ്രസാദമാണ്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ, നിർബന്ധത്താൽ അരുത്. 10 ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ there is a compulsion behind it. ഒരു നിർബന്ധത്താലും കൊടുക്കരുത്. ദൈവത്തിന്റെ അപ്രീസിയേഷൻ നമ്മുടെ മനസ്സിൽ കൂടുമ്പോൾ ഞാൻ പല വിധത്തിൽ കൊടുക്കും ദൈവത്തിന്. I give my time, I give my life, I give my material blessings. എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളും എനിക്ക് നൽകിയ ആരോഗ്യവും എനിക്ക് നൽകിയ സൗകര്യങ്ങളൊക്കെ ഈ ദൈവത്തെ സേവിക്കാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ദൈവത്തിന് സൗകര്യം. സഭയെ ഭരിക്കുന്ന മൂപ്പന്മാർ എന്തുവാ പറഞ്ഞത്? തന്റെ ആടുകളെ സ്വമേധയായി ഭരിക്കുക. മൂന്നാമത് ഞാനൊരു കാര്യം പറയട്ടെ, സുവിശേഷം അറിയിപ്പാൻ നിർബന്ധം നമുക്ക് എല്ലാവർക്കും. രക്ഷിക്കപ്പെട്ടവരൊക്കെ സുവിശേഷം പറയണം. ഏതാ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് ഐ ഡു ഇറ്റ് വില്ലിംഗ്ലി ഐ ഹാവ് എ റിവാർഡ്. ഞാനത് മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. സൗരന്മാരെ, ഈ സത്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേദന കൊണ്ടോ നമ്മുടെ മനസ്സിൽ ചില വികാരങ്ങൾ കൊണ്ടൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ സ്വമേധയായി സ്നേഹത്തിൽ നിന്നൊക്കെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് അത് പ്രമോദം, ദൈവത്തിന് അത് സന്തോഷമാണ്. കാരണം ദൈവമാണ്, ദൈവം ആത്മാവാണ്, നമ്മെ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. നാം സ്വയമായി ദൈവത്തെ സ്നേഹിപ്പാൻ, തെരഞ്ഞെടുത്ത് സ്നേഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ട്രൂ ലവ്. ശരിയായിട്ടുള്ളൊരു സ്നേഹം അതാണ്. അങ്ങനെ ആരാധനയുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ഓർക്കുക, ഈ ആരാധന എന്ന് പറയുന്നത് സ്വമേധയായി അവന്റെ മഹത്വം മനസ്സിലാക്കി
അവന്റെ സ്നേഹം മനസ്സിലാക്കി, അവന്റെ ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കി, അവന് മഹത്വം കരയറ്റുന്നത് സ്വമേധയായി കൊടുക്കുമ്പോൾ ദൈവത്തിന് അത് സൗകര്യം. ദൈവത്തെ സേവിക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കുമ്പോൾ, ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ സ്വമേധയായി അവനെ സേവിപ്പാൻ നമ്മൾ വിളിക്കപ്പെടും. എന്നാൽ നിർബന്ധത്താലാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അത് പ്രസാദമല്ല. പാപയാഗവും അകൃത്യയാഗവും നിർബന്ധമായിരുന്നു, അത് സൗരഭ്യമാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. എന്തോ ഒരു പഠനമാണ് ആ ഭാഗങ്ങളിൽ. നമ്മളത് ശ്രദ്ധിപ്പാനായിട്ട് വളരെ വളരെ ആവശ്യമുണ്ട് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ലേവ്യ പുസ്തകം 1-ാം അധ്യായം എടുക്കാം. നമ്മൾ ആദ്യത്തെ 3 വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ്. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്താണ്? നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വരും. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധന എങ്ങനെ കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എന്തും കൊടുക്കുവാൻ നമ്മൾ സാധിക്കുകയില്ല, എവിടെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുകയില്ല. ട്രൂ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ശരിയായ ആരാധന എന്ന് പറഞ്ഞാൽ, ദൈവം ഇവിടെ പറയുന്നത് ആദ്യം ഇസ്രായേൽ മക്കളോട് പറയണം. എന്താ പറയേണ്ടത്? നിങ്ങൾ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ, ആ എങ്കിൽ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ഞാൻ ചുമന്ന മനുഷ്യ കൊണ്ട് അണ്ടർലൈൻ ചെയ്തു. ഇഫ് എനിമാൻ ആരെങ്കിലും എനിക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ ഞാൻ പറയാം എങ്ങനെ അർപ്പിക്കണം. എങ്ങനെയും അർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കത്തില്ല. എങ്ങനെ അർപ്പിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ദൈവം അതാ പറയുന്നത്. ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ അർപ്പിക്കണം. ബ്രദേഴ്സ്, ഇതാണ് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. സത്യത്തിലുള്ള ആരാധന, സത്യത്തിലുള്ള ആരാധന. ആ സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ ആസ്പദമാക്കിയുള്ള ആരാധന. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടില്ലേ, എന്തും എവിടെയും കൊടുത്ത് ആരാധിക്കാൻ നിവൃത്തിയില്ല. എല്ലാ ആരാധനകളും ദൈവം സ്വീകരിക്കുന്നില്ല. നമ്മൾ കണ്ടു, ദൈവം ആരാധന സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ ജനത്തിന്റെ കയ്യിൽ നിന്നാണ്. ദൈവജനവും എങ്ങനെ കൊടുക്കണമെന്നുള്ളത് ദൈവം പറയുകയാണ്. നമ്മൾ കണ്ടു, ദൈവത്തിന് പ്രമോദമായ പ്രസാദമായ യാഗം അത് ദൈവം പറയുന്നത് പോലെ അർപ്പിക്കണം എന്നുള്ളത്. ഇനി ഇവിടെ ദൈവം പറഞ്ഞു ഒരു കാര്യം കൂടെ. ഞാൻ അവിടുന്ന് സമാഗമന കൂടാരത്തിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുകയാണെങ്കിൽ എന്താ ദൈവം പറഞ്ഞത്? ആ 3-ാം വാക്യത്തിന്റെ അവസാനം നോക്കിക്കട്ടെ. അവനതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ചർപ്പിക്കും. ദൈവം പറഞ്ഞ വാക്ക് നോക്കിയേ, സൗരന്മാരെ, നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ട് അർപ്പിക്കേണ്ടത് എവിടെയാണ്? സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ. ഈ സമാഗമന കൂടാരം എന്താണ്? ദൈവത്തിന്റെ നിവാസം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് നന്നായിട്ട് കാണാൻ അറിയാവുന്ന ഒരു വാക്യം. ഈ തരുണത്തിൽ ഞാൻ അതിന്റെ അർത്ഥം കുറച്ചുകൂടെ വിപുലമായി വരാനായിട്ട് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 25-ന്റെ 8-ാം വാക്യത്തിൽ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മേക്ക് മീ എ സാങ്ച്വറി ദാറ്റ് ഐ മേ ഡ്വെൽ ഇൻ മിഡ്സ്റ്റ് ഓഫ് ഇറ്റ്. സമാഗമന കൂടാരം 29-ാം അധ്യായം നോക്കിയേ. പുറപ്പാട് പുസ്തകം 29-ന്റെ 42. 29-ന്റെ 42. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വെളിപ്പെടുത്തായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ. ദൈവം എവിടെയാ വസിക്കുന്നത്? സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിൽ കെരൂബുകളുടെ മധ്യത്തിലാണ് അവൻ വസിക്കുന്നത്. അതിന്റെ മുന്നിലുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ വഴിപാട് അർപ്പിക്കുകയാണെങ്കിൽ അവിടെ വേണം കൊണ്ട് അർപ്പിക്കാൻ. ബിക്കോസ് ഇറ്റ് ഈസ് വേർ ഐ ആം ഡ്വെല്ലിംഗ്. ഭൂമിയിൽ ഞാൻ വസിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അതാണ് ഞാൻ വസിക്കുന്നത്. ഇവിടെ
നമ്മൾ ഇത്രയും ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ 2 വാക്യം ഞാൻ വായിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഇന്നൊരു പുതിയ നിയമത്തിന്റെ കാലഘട്ടം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം നോക്കിയാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 24-ാമത്തെ വാക്യം പൗലോസ് പറയുകയാണ്, ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പിണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവം ഭൂമിയും ആകാശവും ഉണ്ടാക്കിയവനാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ വന്നപ്പോൾ പറയുകയാണ്, കൈ കൊണ്ടുണ്ടാക്കിയ ആലയത്തിൽ അവൻ വസിക്കുന്നില്ല. പിന്നെ എവിടെയാ വസിക്കുന്നത്? ഏതാണ് ദൈവത്തിന്റെ ആലയം? 1 തിമോഥെയോസ് 3:15 നോക്കിയാട്ടെ. 1 തിമോഥെയോസ് 3:15 പൗലോസ് തിമോഥെയോസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. 1 തിമോഥെയോസ് 3:15 അവിടെ വായിക്കുന്നു, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. യെസ് ബ്രദേഴ്സ്, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നു ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. അപ്പൊ ജീവിക്കുന്ന ദൈവത്തിന്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ, വീടെന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയാണ്. ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവത്തിന്റെ വീടെന്ന് പറയുന്നത് ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിതെടുത്ത ദൈവസഭയാണ്. പഴയ നിയമകാലങ്ങളിൽ ദൈവം പറഞ്ഞു, എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ മധ്യത്തിൽ വസിപ്പാൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവം മനുഷ്യരുടെ കരങ്ങളാൽ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളിൽ അല്ല വസിക്കുന്നത്. എവിടെയാ വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് ഒരു ഹൗസ് ഓഫ് ഗോഡ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ് അത്. ഇതോട് ചേർത്ത് 1 പത്രോസ് 2:5 കൂടെ വായിക്കും. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ 1 പത്രോസ് 2, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മിക ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ഒന്ന് നോക്കിയേ, യു ആർ ദ ലിവിംഗ് സ്റ്റോൺസ് who are built upon a spiritual house, a holy priesthood to offer spiritual sacrifice. ആത്മീക യാഗങ്ങൾ അർപ്പിക്കാൻ, സ്പിരിച്വൽ സാക്രിഫൈസ് അർപ്പിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, സ്പിരിച്വൽ സാക്രിഫൈസ് അർപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് ആത്മീയ യാഗം അർപ്പിക്കാൻ ജീവനുള്ള കല്ലുകളായി നമ്മളെ ഒരാത്മീക ഗൃഹമായി പണിയുകയാണ്. ഇവിടെ ഓർക്കണം, നമ്മളെ കളക്റ്റീവ്ലി, പുതിയ നിയമസഭ കളക്റ്റീവ്ലി. കൊരിന്ത്യർ സഭയിൽ പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:16 വായിക്കുന്നുണ്ട്, know ye not that you are the temple of God and the spirit of God dwelleth in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അറിയും. അപ്പൊ നമ്മള് ദൈവക്കളായി നമ്മള് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എത്ര ഗൗരവമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, നമ്മൾ വരുന്ന ഈ സഭ വിലപ്പെട്ടതാണ്. ജീവനുള്ള ദൈവം വസിക്കുന്ന ഇടമാണ്. പഴയ നിയമകാലത്തിൽ ദൈവം വസിച്ച സമാഗമന കൂടാരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് യാഗം അർപ്പിച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ ഈ ആത്മീയ യാഗം അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവം സ്വീകരിക്കുന്ന ഈ ആത്മിക യാഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഇവിടെ. ഭൂമിയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പുതിയ നിയമത്തിൽ അത് ദൈവസഭയാണ്. ദൈവസഭയുടെ മഹത്വം ഒന്ന് ആലോചിക്കും. അവിടെ പിതാവായ ദൈവം, നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു, പിതാവായ ദൈവം തന്റെ ജനത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ ആ മന്ദിരത്തിന്റെ അകത്തുള്ളതുപോലെ, know ye not that you are the temple of living God and the spirit of God is dwelling in you. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവ് വസിക്കും.
നമ്മൾ അവിടെ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കും. നമ്മൾ നിസ്സാരമായി ദൈവസന്നിധിയിൽ വരുവാനായിട്ട് വിളിക്കപ്പെട്ടത്. ഞാൻ ഒന്നുകൂടെ ആ ഭാഗത്തുള്ള ബന്ധത്തിൽ പറയട്ടെ. 1 യോഹന്നാൻ 1:3 വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുവിനോടും ആകുന്നു. അത് സൗരന്മാരെ ഗൗരവമായി ഓർക്കണം. ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാ? പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ഫെലോഷിപ്പ്, ഞങ്ങളുടെ കൂട്ടായ്മ. ഫെലോഷിപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഷെയറിംഗ് ടുഗദർ. ഫെലോഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ഷെയറിംഗ് ടുഗദർ. ഷെയറിംഗ് നോട്ട് ഓൺലി ദ മെറ്റീരിയൽ തിങ്സ്, ഷെയറിംഗ് അവർ കൺവിക്ഷൻ, ഫീലിങ്സ്, ജോയ് ആൻഡ് സോൾ. നമ്മുടെ മനസ്സിന്റെ ദുഃഖങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ മനസ്സിന്റെ ചിന്തകളും നമ്മുടെ ഫീലിങ്ങുകളും ഒക്കെ ഒന്നിച്ച് പങ്കിടുന്നതിന്റെ പേരാണെന്ത്? ഫെലോഷിപ്പ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ ഫെലോഷിപ്പിനെ കുറിച്ച് ഒരു കാര്യം പ്രത്യേകം നോക്കാം. ലേവ്യപുസ്തകം 21-ാം അധ്യായം എടുത്തേ. എന്തോ ഒരു വലിയ അർത്ഥമാണ് അവിടെ പറയുന്നത് നോക്കിയാണ്. ലേവ്യപുസ്തകം 21-ാം അധ്യായം എടുത്താട്ടെ. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനോടും. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് ഫെലോഷിപ്പാണ്, ഷെയറിംഗ് ടുഗദർ, ഒന്നിച്ചു പങ്കിടുകയാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ യാഗപീഠത്തിങ്കൽ യാഗം അർപ്പിച്ചു. ദൈവത്തിന് പലതും യാഗപീഠത്തിൽ കൊണ്ടുകൊടുത്തു. അവിടെ ഒരു വാക്ക് പറയുന്നു, ലേവ്യർ 21 അതിന്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. ലേവ്യർ 21-ന്റെ 6-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം, അവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കുന്നവനാണ്. എന്റെ സഹോദരന്മാരെ, ഞാനിത് വായിച്ചിട്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരുപാട് ഈ കാര്യം ചിന്തിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഓർത്ത് യാഗങ്ങൾ അർപ്പിക്കുന്ന പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കും. ഇംഗ്ലീഷ് വായിച്ചാൽ ഫോർ ദേ ഓഫർ ദ ഓഫറിംഗ് ഓഫ് ദ ലോർഡ് മെയ്ഡ് ബൈ ഫയർ ആൻഡ് ദ ബ്രെഡ് ഓഫ് ദെയർ ഗോഡ്. അവരുടെ ദൈവത്തിന്റെ റൊട്ടി, അവരുടെ ദൈവത്തിന്റെ അപ്പം, അവരുടെ ദൈവത്തിന്റെ ബ്രെഡ് അവർ ഓഫർ ചെയ്യുകയാണ്. യെസ്, അതേ അധ്യായത്തിന്റെ 21-ാം വാക്യം നോക്കി. 21-ാം വാക്യം. അഹരോന്റെ പുരോഹിതന്മാരായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തന് യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കരുത്, അടുത്തു വരരുത്. അവൻ അംഗഹീനൻ, അവൻ തന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത്. നിന്റെ ദൈവത്തിന്റെ ഭോജനമായി അതിപരിശുദ്ധമായും വിശുദ്ധമായും അവന് ഭക്ഷിക്കാം. കണ്ടോ അവിടെ? ഇനി ഞാനിത് വായിച്ചപ്പോൾ ആ 10-ാം വാക്യം എന്റെ മനസ്സിൽ വന്നു. 10-ാം വാക്യം നോക്കി. യാതൊരു അന്യനും വിശുദ്ധ സാധനവും ഭക്ഷിക്കരുത്. ആരായിരുന്നു നമ്മള്? എഫേസ്യരുടെ 2-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത അന്യരെ, വാഗ്ദത്തങ്ങളില്ലാത്തവർ, ദൈവമില്ലാത്തവർ. എഫേസ്യർ 2-ന്റെ 12-ഉം 19-ഉം ഒക്കെ ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ അന്യന്മാരായിരുന്നു, അന്യനിത് ഭക്ഷിപ്പാൻ അവകാശമില്ലായിരുന്നു. പിന്നെ ആർക്കുള്ളതായത്? വിശുദ്ധ പുരോഹിതന്മാർ. എന്തുവാ അവർക്ക് ഭക്ഷിക്കാം? എന്താ ഭക്ഷിക്കാന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ ഭോജനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയോ? ദൈവത്തിന്റെ ഭോജനം ദൈവം ഭക്ഷിക്കുന്നത് ഇവർക്ക് ഭക്ഷിക്കാൻ അനുവാദം കൊടുത്തു. നമ്മുടെ കർത്താവ് ലവോദിക്ക സഭയോട് പറയുന്നു. വെളിപ്പാട് ദിവസം 3:20 വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഫെലോഷിപ്പ് ടുഗദർ, ഷെയറിംഗ് ടുഗദർ. ഞാൻ പറയട്ടെ, യാഗപീഠത്തിങ്കൽ അർപ്പിച്ചതിന് ദൈവത്തിന്റെ ഭോജനം എന്ന് പറഞ്ഞു. ബ്രെഡ് ഓഫ് ദെയർ ഗോഡ്. ദൈവത്തിന്റെ ഭോജനം, in which God delighted. The things that is delighted, God delighted is concerning his son. അവന്റെ പുത്രനെ വരച്ചു കാണിക്കുന്ന ഹോമയാഗവും മറ്റ് യാഗങ്ങളും ഒക്കെയാണ് ദൈവം ഡിലൈറ്റ് ചെയ്തത്. ആ പ്രമോദം ദൈവത്തിന്റെ ഭോജനമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം,
പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നിന്റെ ദൈവത്തിന്റെ ഭോജനമായ അതിപരിശുദ്ധമായി വിശുദ്ധമായതും അവന് ഭക്ഷിക്കാം. ആരെക്കുറിച്ചാ പറയുന്നത്? പുരോഹിതന്മാരിൽ അംഗഹീനനായവൻ യാഗമർപ്പിക്കാൻ അടുത്ത് ചെല്ലരുത്. നമുക്ക് വേറൊരു വിഷയമാണത്. അതായത് അംഗഹീനര് ദൈവത്തിന് യാഗം അർപ്പിക്കരുതെന്ന് ഇങ്ങനെ പഴയ നിയമത്തിൽ പറയുമ്പോൾ അതിനകത്ത് അന്തർലീനമായ വലിയ ആശയമുണ്ട്. ഉദാഹരണമായിട്ട് പതിന്മൂക്കൻ എടുത്തു പറയുന്നുണ്ട്. പതിന്മൂക്കൻ അതായത് തെറ്റും ശരിയും മണത്ത് തിരിച്ചറിയാൻ കഴിയാത്തവൻ. മനസ്സിലായോ? പതിന്മൂക്കൻ ആ മണത്തിന്റെ സെൻസസ് കൊണ്ട് അപകടമുണ്ടെന്നോ അത് ഫൗൾസ് ഗ്യാസ് ആണെന്നോ അത് തെറ്റാണെന്നോ അവന് മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരിക്കണം ദൈവത്തിന് യാഗം അർപ്പിക്കേണ്ടത്. അംഗഹീനന് അർപ്പിക്കില്ലേ? അവനിത് ഭക്ഷിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിൽ what God delighted, we are also delighted. ദൈവം എന്തിൽ പ്രമോദിക്കുന്നു നമ്മളും അതിൽ പ്രമോദിക്കുന്നു. പുതിയ നിയമസഭയുടെ ചിന്തയൊന്ന് ആലോചിച്ചേ. In what God delighted, we as priesthood, we are also delighted in it. ഒരു ചിന്തയുടെ ഞാൻ പറയട്ടെ, സമയങ്ങൾ പെട്ടെന്ന് പോകുന്നു. നമ്മൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ വന്നാട്ടെ. അവിടെ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ച്, അതൊരു ഗൗരവമേറിയ ഈ യാഗങ്ങൾ ആത്മീക യാഗത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ പ്രാധാന്യത അർഹിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. 3-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, 2-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. കന്നുകാലികളോ ആടുകളോ ആയ മൃഗം. അത് നമ്മൾ വായിച്ചു വിട്ടാൽ നമുക്ക് അത് ആശയം പിടികിട്ടില്ല. ദൈവത്തിന് സമാഗമന കൂടാരത്തിൽ അർപ്പിക്കേണ്ട യാഗം എവിടാ തിരഞ്ഞെടുക്കുന്നത്? വീട്ടിൽ വെച്ചാ തിരഞ്ഞെടുക്കുന്നത്. ദീസ് ആർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. അവർക്ക് ഒരു വൈൽഡ് ആനിമലിനെ അർപ്പിക്കാൻ പറഞ്ഞാൽ ഒരു കെണി വെച്ചോ മറ്റോ അതിനെ പിടിച്ചോണ്ട് വന്ന് കൊണ്ടുവന്ന് അർപ്പിക്കാം. അതിനൊരു വിലയുമില്ല. കെണി വെച്ച് പിടിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് അർപ്പിക്കാം. ഇറ്റ് ഡസന്റ് കോസ്റ്റ് എനിത്തിങ് ഫോർ ഹിം. ബട്ട് ദിസ് ഈസ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ. വീട്ടിൽ വളർത്തിയെടുത്ത മൃഗം. എന്താ അത് കാണിക്കുന്നത്? If you are truly worshiping God, there is a cost involved in it. ഞായറാഴ്ച രാവിലെ വേദവസ്തു കൊടുത്തോണ്ട് നേരെ ഡ്രസ്സുമൊക്കെ മാറി അങ്ങ് പോകുന്നതല്ല ട്രൂ വർഷിപ്പ്. ഞാൻ വായിച്ചിട്ടുണ്ട് ബ്രദറൻ പിതാക്കന്മാരെ കുറിച്ച്. അവര് ചിലരെ കുറിച്ച് ഞാൻ വായിച്ച ശനിയാഴ്ചയൊക്കെ അവരിൽ പലരും പണിയെടുക്കുന്നവരാ. അവർ കാർപ്പന്റേഴ്സ് വരെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വായിച്ചു, ഈ കാർപ്പൻറ്റർ ആണെങ്കിലും ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ പുള്ളി പണിയെടുക്കുകയാണെങ്കിൽ പോലും മിണ്ടത്തില്ല. ആരോടും ഒന്നും മിണ്ടത്തില്ല. എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് അറിയാമോ? പുള്ളി എന്തോ വചനം ഇങ്ങനെ വായിച്ചിട്ട് അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഈസ് ജസ്റ്റ് മെഡിറ്റേറ്റിംഗ് ഇൻ ഹിസ് ഹാർട്ട് ഈവൻ അറ്റ് ഹിസ് വർക്ക്. എന്തിനാണെന്ന് അറിയാമോ? ആ ഞായറാഴ്ച അങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ ഈ വളർത്തിയെടുത്തതിനെ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കാനാ. ചിലരൊക്കെ ശനിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരിങ്ങനെ ഒരുങ്ങിയാണ് വരുന്നത്. There is a cost involved in it. അതാണ് ദൈവം ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് കൊടുക്കാനായിട്ട് പറഞ്ഞു. കിണിവെച്ച് പിടിച്ചതിന് ഒരു കോസ്റ്റും ഇൻവോൾവ് ഇല്ല. ഞാന് 2 ശമൂവേലിൽ നിന്നൊരു കാര്യം കാണിച്ചോട്ടെ. ദാവീദ് ജനങ്ങളെ എണ്ണിക്കഴിഞ്ഞ് ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധി വരിക. അപ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്. 2 ശമൂവേൽ 24-ാം അധ്യായം 10-ാം വാക്യം നോക്കി. അപ്പം അരമുണയുടെ സ്ഥലം മേടിച്ച് അവിടെ യാഗമർപ്പിക്കാനായിട്ട് പറഞ്ഞു. 10-ാം വാക്യം 24-10. ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുട്ടുകൊണ്ട് യഹോവയോട് ഞാൻ ഈ ചെയ്തത് മഹാപാപം, എന്നാൽ യഹോവയുടെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ മോശം ചെയ്തു പോയി എന്ന് പറഞ്ഞു.
ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശകനായ ഗാദ് പ്രവാചകൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്ന് ദാവീദിനോട് പറയാൻ പറഞ്ഞു. അവള് ഈ ദാവീദ് എന്താ ചെയ്തതെന്ന് നോക്കി 22-ാം അരമുണയുടെ കളം മേടിച്ച് അവിടെ അർപ്പിക്കണമെന്ന് പറഞ്ഞു. അരമുണയുടെ അടുക്കൽ ദാവീദ് വിളിക്കുക. 22-ാം അരമുണ ദാവീദിനോട് യജമാനനായ രാജാവിന് ബോധിച്ചത് 8 യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും മൃഗങ്ങളും ബലിപീഠങ്ങളും കാളക്കൂപ്പുകളും ഇതാ. അദ്ദേഹം സ്ഥലവും യാഗവസ്തുക്കളും വിറകും എല്ലാം വെറുതെ ഞാൻ കൊടുത്തു രാജാവ് അർപ്പിച്ചോളാൻ പറഞ്ഞു. 23 ഇതൊക്കെയും അരവണ രാജാവിന് തരുന്നുവെന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്ന് അരവണ രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവണയോട് 24-ാം വാക്യം നോക്കി അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട വാക്യമാണ്. രാജാവ് അരവണയോട് അങ്ങനെയല്ല, ഞാൻ അത് നിനക്ക് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ബാധ ഇസ്രയേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത് വായിച്ചത്. ദാവീദിന്റെ ആ വെളിപ്പാട് നോക്കി, ദാവീദിന്റെ കൺവിഷൻ കണ്ടോ? ദാവീദ് പറഞ്ഞത് എന്താ? എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല. ഞാൻ ഇനിയും പറയുന്നത് അല്പം കടന്നു പോകും, എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇന്ന് ലോകം മുഴുവൻ കാണുന്ന ഒന്നാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഒരു വർഷിപ്പ് ലീഡറിന്റെ കീഴിൽ പ്രൈസ് നടത്തുക, ആരാധിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ആ പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആള് മുന്നേ വന്നു നിന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് പാട്ട് പാടും. അതാ വർഷിപ്പ് എന്ന ധാരണയാണ്. ഈ കൂടി വന്ന ജനത്തിന് എന്തെങ്കിലും ചെലവുണ്ടോ? ദർ ഇസ് നോ കോസ്റ്റ്. വേർപെട്ട വിശ്വാസികളുടെ ആരാധനകൾ ശ്രദ്ധിച്ചു നോക്കി, അവിടെ ഒന്നുമില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന കഴിക്കണമെങ്കിൽ നാം വീട്ടിൽ ആരംഭിക്കണം. കണ്ടോ, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെ കൊണ്ടുവരുന്ന പോലെ വീട്ടിൽ ആരംഭിക്കണം. എൻ്റെ ധ്യാനം ഞാൻ വീട്ടിലിരുന്ന് വളർത്തിയെടുക്കണം, ഞാനത് ധ്യാനിക്കണം, ഞാനത് പഠിക്കണം, ഞാൻ അത് ദൈവത്തിന് കൊണ്ട് കൊടുക്കണം. ദൈവത്തിന് അതിൽ പ്രസാദമാണ്. സത്യത്തിലുള്ള ആരാധന, ആത്മാവിലുള്ള ആരാധന. ഞാനിത് കളക്ട് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആ ആത്മപ്രേരണയുണ്ടായി ഞാൻ അർപ്പിക്കുന്നതാണ് ആത്മാവിലുള്ള ആരാധന. ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു. എത്രയോ വിലപ്പെട്ട പണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നും പഠിക്കാം, കരുണ കാണിക്കട്ടെ. ഇത് ആസ്വാദ്യകരമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.